നമസ്കാരം. 24ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 16 വെള്ളിയാഴ്ചയാണ്. കർക്കടകം 32 ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും. ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കൽക്കത്തയിൽ PG ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ സർക്കാർ PG ഡോക്ടേഴ്സും സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സും ഇന്ന് OP ബഹിഷ്കരിക്കുന്നുണ്ട്. അത്യാവശ്യ വിഭാഗങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് പ്രതിഷേധത്തിൽ നിന്ന്. ഇതുൾപ്പെടെ നിരവധി വാർത്തകൾ വരുന്ന ദിവസമാണ്. വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും ഇന്ന് ജനകീയ തിരച്ചിൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന വാർത്തയും വരുന്നുണ്ട്. ഇതുൾപ്പെടെ 100 പ്രധാന വാർത്തകളിലേക്ക് കടക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് പുനരാരംഭിക്കും. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്കൊപ്പം ഈശ്വർ മാൽപ്പയും സംഘവും ഗംഗാവലി പുഴയിൽ പരിശോധന നടത്തും. അർജുന്റെ ലോറിയിലെ തടി കെട്ടാൻ ഉപയോഗിച്ച കയറും ലോഹഭാഗവും കണ്ടെത്തിയ സ്ഥലം കേന്ദ്രീകരിച്ചാകും പരിശോധന. കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ PG ഡോക്ടേഴ്സും സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സും ഇന്ന് പ്രതിഷേധിക്കും. OPയും വാർഡ് ഡ്യൂട്ടിയും ബഹിഷ്കരിച്ചാണ് സമരം. നാളെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത് IMA. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള ജനകീയ തെരച്ചിൽ ഇന്ന് അവസാനിപ്പിക്കും. ഇനി മുതൽ ആവശ്യാനുസരണമുള്ള തെരച്ചിൽ. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി സ്വമേധയാ സ്വീകരിച്ച ഹർജി ഇന്ന് പരിഗണിക്കും. ഹർജിയിലെ പരിഗണനാ വിഷയങ്ങളിൽ ഡിവിഷൻ ബെഞ്ച് ഇന്ന് തീരുമാനമെടുക്കും. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടമായവർക്ക് പകരം രേഖകൾ ലഭ്യമാക്കാൻ ഇന്ന് പ്രത്യേക അദാലത്ത്. വിവിധ വകുപ്പുകൾ സംയുക്തമായി നടത്തുന്ന അദാലത്തിൽ എല്ലാവിധ രേഖകളും സർട്ടിഫിക്കറ്റുകളും ലഭ്യമാക്കും. അദാലത്ത് നടക്കുക വിലങ്ങാട് സെയിന്റ് ജോർജ് ഹൈസ്കൂളിൽ. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരത്ത് മത്സ്യം പിടിക്കുന്നതിന് ഏർപ്പെടുത്തിയ വിലക്ക് തിങ്കളാഴ്ച വരെ തുടരും. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ശ്രീറാം വെങ്കിട്ടരാമൻ ഇന്ന് തിരുവനന്തപുരം 1ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ ഹാജരായേക്കും. കേസിൽ വാദം ബോധിപ്പിക്കാൻ സമയം തേടിയതിനെ തുടർന്ന് ശ്രീറാമിന് ഇന്നുവരെ കോടതി സമയം അനുവദിച്ചിരുന്നു. ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടതിനു ശേഷം ശ്രീറാം കൂടുതൽ സമയം തേടിയത് 4 തവണ. കേരളത്തിലെ പ്രധാന വാർത്തകളിലേക്ക്. പാലക്കാട് തിരുനെൽവേലി പാലരുവി എക്സ്പ്രസ് തൂത്തുക്കുടിയിലേക്ക് സർവീസ് നീട്ടി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്തു. റെയിൽവേ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പാലരുവി എക്സ്പ്രസ് തൂത്തുക്കുടിയിലേക്ക് നീട്ടിയത്. സ്വാതന്ത്ര്യദിനത്തിൽ വയനാടിന് കൈത്താങ്ങായി AIYF എറണാകുളത്ത് പബ്ലിക് ലൈബ്രറി ജംഗ്ഷനിൽ പായസ ചലഞ്ച് സംഘടിപ്പിച്ചു. ചലഞ്ച് പ്രൊഫസർ K അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ കൗൺസിൽ അംഗം TC സഞ്ജിത്ത്, AIYF ജില്ലാ സെക്രട്ടറി KR റനീഷ് എന്നിവർ പങ്കെടുത്തു. കേരള കൗമുദി ബോധ പൗർണമി ക്ലബ്ബും ഫ്രീഡം 50യും ചേർന്ന് സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. ആഘോഷത്തോടനുബന്ധിച്ച് ഉപഹാര സമർപ്പണവും മാധ്യമ അവാർഡ് വിതരണവും നടത്തി. 24 പ്രോഗ്രാം കോർഡിനേറ്റർ സുരേഷ് വിലങ്ങറയ്ക്ക് കർമ്മശ്രീ പുരസ്കാരം നൽകി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ കളർ ആർ നേഷൻ എന്ന പേരിൽ സന്നദ്ധ ക്ഷേമ പ്രവർത്തനങ്ങളും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു. ഉത്തർപ്രദേശ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ 3 സർക്കാർ കോളേജുകളിൽ പെൺകുട്ടികൾക്കായി 3 സൗജന്യ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചു. പരിപാടിയുടെ ദേശീയതല ഉദ്ഘാടനം ചെന്നൈയിൽ ദേശീയ അധ്യക്ഷൻ ഗോകുലം ഗോപാലൻ നിർവഹിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി കുഴിക്കാല CMS ഹയർ സെക്കൻഡറി സ്കൂൾ സംഘടിപ്പിച്ച 100 മീറ്റർ നീളമുള്ള ദേശീയ പതാകയും വഹിച്ചുകൊണ്ടുള്ള ഫ്രീഡം വാക്ക് സ്വാതന്ത്ര്യദിന റാലി ശ്രദ്ധേയമായി. സ്കൂൾ അങ്കണത്തിൽ നടന്ന സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ജോൺ വർഗീസ് പതാക ഉയർത്തി. മുല്ലപ്പുഴശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിന്നി ജിജു ജോസഫ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. തൃശൂർ അന്തിക്കാട് ഹൈസ്കൂളിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥികളായ ജവാന്മാരെ ആദരിച്ചു. പ്രധാന അധ്യാപിക VR ഷില്ലി പതാക ഉയർത്തി. SPC സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ജാസി കേഡറ്റുകളുടെ സ്വാതന്ത്ര്യദിന പരേഡും നടന്നു. പാലക്കാട് ചെനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ ആനയൂട്ട് നടന്നു. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ T മണികണ്ഠൻ ആനയൂട്ട് ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ വിധി പ്രകാരം തയ്യാറാക്കുന്ന അഷ്ടദ്രവ്യ ഉണ്ടകളാണ് ആനകളെ ഊട്ടുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഇന്ന് കേരളത്തിലെത്തും. ഹൈക്കോടതിയിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കും.
കോട്ടയം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്വാതന്ത്ര്യദിനാഘോഷം വേറിട്ടതായി. സ്കൂൾ ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ നൂറുകണക്കിന് ചെടികൾ നട്ടുപിടിപ്പിച്ചു. ഔഷധ സസ്യ പൂന്തോട്ടത്തിന്റെ ഉദ്ഘാടനവും നടന്നു. സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ഡോക്ടർ ആന്റണി ജോർജ് പാട്ടപ്പറമ്പിൽ, സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് രതീഷ് ജെ ബാബു, മുനിസിപ്പൽ കൗൺസിലർ അജിത് പൂഴിത്തറ, ഫാദർ ജോർജ് മേര്യമംഗലം തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ കുന്നംകുളത്ത് സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. ബൈക്ക് യാത്രികന് പരുക്ക്. കുന്നംകുളം കക്കാട് സ്വദേശി സജിക്കാണ് പരുക്കേറ്റത്. തൃശൂർ എരവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇല്ലം നിറയും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടന്നു. ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് ഉണ്ണികൃഷ്ണൻ തിരുമേനി മുഖ്യ കാർമ്മികനായി. വരാപ്പുഴ അതിരൂപത മതബോധന കമ്മീഷൻ സ്വാതന്ത്ര്യദിനത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സംഗമവേദി സംഘടിപ്പിച്ചു. അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ ഉദ്ഘാടനം ചെയ്തു. മതബോധന കമ്മീഷൻ ഡയറക്ടർ വിൻസെന്റ് നടുവിലപ്പറമ്പിൽ അധ്യക്ഷനായി. കോഴിക്കോട് ജില്ലയിലെ വടകര പുതുപ്പണം ചീനംവീട് UP സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യദിനത്തിൽ സ്കൂൾ പത്രം തയ്യാറാക്കി. കാഴ്ച എന്ന പേരിലാണ് പത്രം പുറത്തിറങ്ങിയത്. ദേശീയപാത അതോറിറ്റിക്ക് കീഴിലുള്ള MC റോഡിന്റെ ചെങ്ങന്നൂർ മുതൽ കോട്ടയം വരെയുള്ള ഭാഗത്തിന്റെ നവീകരണം ഉടൻ ആരംഭിക്കും. 36 കിലോമീറ്റർ ദൂരം 39 കോടി രൂപ ചെലവിട്ടാണ് നവീകരണം. കാലാവസ്ഥ അനുകൂലമാകുന്നതിനനുസരിച്ച് നിർമ്മാണം ആരംഭിക്കുമെന്ന് കരാറുകാർ. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് എറണാകുളം ജനറൽ ആശുപത്രി, ബ്ലഡ് ബാങ്ക്, നന്മ ഫൗണ്ടേഷൻ, മനക്കൽ ഫ്രണ്ട്സ് എന്നിവരുടെ സഹകരണത്തോടെയുള്ള 4ാമത് സന്നദ്ധ രക്തദാന ക്യാമ്പ് തൃപ്പൂണിത്തുറ പാവം കുളങ്ങര സേവാ സംഘം ഹാളിൽ നടന്നു. 50ഓളം യുവാക്കൾ രക്തദാനം നടത്തി. വയനാട് മേപ്പാടി മൂപ്പൈനാട് നന്മ റെസിഡൻസ് അസോസിയേഷൻ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ലളിതമായിട്ടായിരുന്നു ആഘോഷം. വയനാട് ദുരന്തത്തിൽപ്പെട്ട കർഷക കുടുംബങ്ങൾക്ക് കൈത്താങ്ങായി കേരള വിശ്വകർമ്മ സഭ കാർഷിക വൃത്തിക്ക് ആവശ്യമായ പണി ആയുധങ്ങൾ നിർമ്മിച്ചു നൽകും. ഇതിനായുള്ള സമ്മതപത്രം KVS സംസ്ഥാന പ്രസിഡന്റ് ദിനേശ് വർക്കല മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി. കൊല്ലം പെരുമൺ പേഴുംതുരുത്ത് ജങ്കാർ സർവീസ് പുനരാരംഭിക്കുന്നു. നാളെ സർവീസ് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 20 മുതൽ സർവീസ് പൂർണ്ണതോതിൽ പുനരാരംഭിക്കും. അടൂർ നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നഗരസഭാ ചെയർപേഴ്സൺ ദിവ്യ റജി മുഹമ്മദിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. KSRTC സെൻട്രൽ ജംഗ്ഷൻ, ബൈപ്പാസ് റോഡ് എന്നിവിടങ്ങളിലായിരുന്നു പരിശോധന. കോഴിക്കോട് കുളത്തുവയൽ പള്ളിക്കുന്ന് റോഡ് തകർച്ചയുടെ വക്കിൽ. കുണ്ടും കുഴിയും രൂപപ്പെട്ട റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണ്ണം. റോഡ് നവീകരിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തം. കാസർഗോഡ് റാണിപുരം ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ ശുചീകരണം നടത്തി. വനം വകുപ്പ്, പനത്തടി സെക്ഷന്റെയും വനസംരക്ഷണ സമിതിയുടെയും നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. DYFI പാളയം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫോട്ടോ ചലഞ്ച് സംഘടിപ്പിച്ചു. ഫോട്ടോ ചലഞ്ചിലൂടെ ലഭിക്കുന്ന തുക വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അതിജീവിച്ചവർക്ക് കെട്ടിട നിർമ്മാണത്തിനായി ഉപയോഗിക്കുമെന്ന് ഭാരവാഹികൾ. പാലക്കാട് വടക്കാഞ്ചേരിയിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. ട്രാഫിക് നിയമങ്ങൾ കാറ്റിൽ പറത്തി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതാണ് ഗതാഗത കുരുക്കിന് കാരണമെന്ന് നാട്ടുകാർ. പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപം. പ്രകാശ് കലാകേന്ദ്രത്തിന്റെ 66ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി K ജയപാലപ്പണിക്കർ ബാലചിത്രരചനാ മത്സരം ഈ മാസം 24-ന് കൊല്ലം പബ്ലിക് ലൈബ്രറിയിൽ നടക്കും. വയനാട്ടിലെ മുണ്ടക്കൈയിലെയും ചൂരൽ മലയിലെയും ദുരിതബാധിതരെ സഹായിക്കാനായി വയനാടിനായി വരയ്ക്കാമെന്ന പരിപാടിയും സംഘടിപ്പിക്കും. 20 പ്രമുഖ ചിത്രകാരന്മാർ രചനകൾ നടത്തും. M മുകേഷ് MLA പരിപാടി ഉദ്ഘാടനം ചെയ്യും. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി AG യുവജന സംഘടന ക്രൈസ്റ്റ് അംബാസഡേഴ്സിന്റെ നേതൃത്വത്തിൽ 10,000 പൊതിച്ചോറുകൾ വിതരണം ചെയ്തു. പാറശാല മുതൽ കുന്നംകുളം വരെയുള്ള ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലുകളിലും അഗതി മന്ദിരങ്ങളിലുമാണ് പൊതിച്ചോറുകൾ വിതരണം ചെയ്തത്. മലയാളം ഡിസ്ട്രിക്ട് കൗൺസിൽ പ്രസിഡന്റ് ഷിൻസ് PT നേതൃത്വം നൽകി. തൃശൂർ കിള്ളിമംഗലത്ത് ഒഴുക്കിൽപ്പെട്ട് തകർന്ന റോഡിൽ താൽക്കാലിക നിർമ്മാണം ആരംഭിച്ചു. ചെറുതുരുത്തി റോഡിലെ കിള്ളിമംഗലം പാലത്തിന് സമീപത്താണ് പൊതുമരാമത്ത് വകുപ്പ് നിർമ്മാണം ആരംഭിച്ചത്. മാള പ്രസ് ക്ലബ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസ് ക്ലബ് പ്രസിഡന്റായി ശാന്തി ജോസഫ് തട്ടകത്ത്, സെക്രട്ടറിയായി EP രാജീവ്, ട്രഷററായി P ഗിരീശൻ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. തിരുവനന്തപുരം പോത്തൻകോട് കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. ആയിരപ്പാറ സ്വദേശി ദീപുവാണ് മരിച്ചത്. അമിത വേഗത്തിലെത്തിയ കാർ ബൈക്കിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. കൊല്ലം പഴയച്ചിറ ചെറുപൊയ്ക റോഡിന്റെ നവീകരണത്തിന് തുടക്കം. ജൽജീവൻ മിഷൻ പൈപ്പ് ലൈൻ സ്ഥാപിച്ച ഭാഗങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കുന്ന ജോലികളാണ് പുരോഗമിക്കുന്നത്. നവീകരണം ആരംഭിച്ചത് 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം. കൊല്ലം അലിമുക്ക് വനപാതയിൽ കോന്നി വനം ഡിവിഷന്റെ 25 കിലോമീറ്ററിൽ ഭൂരിഭാഗവും കാടുകയറിയതോടെ അപകട ഭീഷണി. പ്രദേശത്ത് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതും യാത്രക്കാരെ ഭീതിയിലാക്കുന്നു. അടിയന്തര ഇടപെടൽ വേണമെന്ന് പ്രദേശവാസികൾ.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിന് ജില്ലാതല അദാലത്ത് അടുത്ത മാസം, കോഴിക്കോട് കോർപ്പറേഷൻ തല അദാലത്ത് അടുത്ത മാസം 4-ന് 2 അദാലത്തുകളിലും മന്ത്രി എം പി രാജേഷ് പങ്കെടുക്കും. എറണാകുളം സെയിന്റ് ആൽബർട്ട് സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ബാരറ്റോ ഫെർണാണ്ടസ് സ്വാതന്ത്ര്യദിന റാലി ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം ഓഫീസർ ദിയ ജോയ് റാലി നയിച്ചു. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ തിരുവനന്തപുരം കേന്ദ്രത്തിൽ സംസ്കൃതം വേദാന്തം ഗസ്റ്റ് അധ്യാപക ഒഴിവ്. താൽപര്യമുള്ളവർ ഇന്ന് രാവിലെ 11 മണിക്ക് കേന്ദ്രത്തിൽ എത്തിച്ചേരണം. തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ജലവിതരണം മുടങ്ങും. പേരൂർക്കട, കുടപ്പനക്കുന്ന്, അമ്പലമുക്ക്, മുട്ടട, നാലാഞ്ചിറ, കവടിയാർ ഭാഗങ്ങളിലാണ് ജലവിതരണം തടസ്സപ്പെടുക. നിയന്ത്രണം പൈപ്പ് ലൈനിലെ ചോർച്ച പരിഹരിക്കുന്നതിന്. ഇരിങ്ങാലക്കുടയിൽ ഹിയർ ലൈഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറപ്പി സെന്റർ സംഘടിപ്പിക്കുന്ന സൗജന്യ കേൾവി സംസാര പരിശോധനാ ക്യാമ്പിന് ഇന്ന് തുടക്കം. ഈ മാസം 31 വരെ ക്യാമ്പുണ്ടാകും. കോഴിക്കോട് ജില്ലയുടെ വിവിധയിടങ്ങളിൽ ഇന്ന് വൈദ്യുതി മുടങ്ങും. കൊടുവള്ളി സെക്ഷൻ, കുറ്റ്യാടി സെക്ഷൻ പരിധികളിലാണ് വൈദ്യുതി വിതരണം തടസ്സപ്പെടുക. തിരുവനന്തപുരം ജില്ലയിൽ കൊതുകജന്യ രോഗ നിയന്ത്രണ പ്രവർത്തനങ്ങൾക്കായി കണ്ടിജന്റ് തൊഴിലാളികളെ നിയമിക്കുന്നതിന് അഭിമുഖം ഈ മാസം 23-ന് രാവിലെ 10:30 മുതൽ സ്റ്റേറ്റ് ന്യൂട്രീഷൻ ഹാളിൽ. യോഗ്യത 7ാം ക്ലാസ്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പാമ്പാടി 7ാം മൈലിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്ങിൽ 2024-25 അധ്യയന വർഷത്തിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 23. സ്കൂൾ ഓഫീസ് മുഖേനയോ ഓൺലൈനായോ അപേക്ഷിക്കാം. SRC കമ്മ്യൂണിറ്റി കോളേജിലെ ജൂലൈ സെഷനിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 20. വിദ്യാജ്യോതി പദ്ധതിയിൽ 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. സുനീതി പോർട്ടൽ മുഖേന ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡെന്റൽ വിഭാഗത്തിൽ ജൂനിയർ റെസിഡന്റ് തസ്തികയിലേക്ക് BDS ബിരുദധാരികളെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 21. പ്രതിമാസം 52,000 രൂപയാണ് വേതനം. വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജിന് കീഴിൽ പ്രവർത്തിക്കുന്ന വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററിൽ പ്രീ പ്രസ് ഓപ്പറേഷൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നാളെ. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭിക്കും. ദേശീയ വാർത്തകളിലേക്ക്. ISRO വികസിപ്പിച്ച ഏറ്റവും പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം EOS-08ന്റെ വിക്ഷേപണം ഇന്ന്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ വിക്ഷേപണ വാഹനമായ SSLV ആണ് വിക്ഷേപണ വാഹനം. വിക്ഷേപണം ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. ബഹിരാകാശ ശാസ്ത്രജ്ഞനും പത്മഭൂഷൺ പുരസ്കാര ജേതാവുമായ RN അഗർവാൾ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. ഇന്ത്യയുടെ ദീർഘദൂര മിസൈലായ അഗ്നിയുടെ വികസനത്തിൽ ഡോക്ടർ നരേൻ അഗർവാൾ ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു. പൗരന്മാർക്ക് പരാതികൾ സംസ്ഥാന സർക്കാരിനോട് നേരിട്ട് അറിയിക്കുന്നതിനായി CM ഹെൽപ്പ് ലൈൻ ആരംഭിച്ച് ഗോവ സർക്കാർ. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഹെൽപ്പ് ലൈൻ ലോഞ്ച് ചെയ്തു. ഡെങ്കിപ്പനിക്കെതിരായ വാക്സിൻ നിർമ്മാണം നിർണായക ഘട്ടത്തിലേക്ക്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും പനാസിയ ബയോടെക്കും ചേർന്ന് വികസിപ്പിക്കുന്ന ഡെങ്കി ആൾ വാക്സിന്റെ 3ാം ഘട്ട ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ചു. വാക്സിന്റെ ആദ്യ ഡോസ് ഹരിയാനയിലെ റോത്തക്കിൽ ഒരു വ്യക്തിക്ക് നൽകിയെന്നും റിപ്പോർട്ട്. ഭീകരരെ തുരത്താനുള്ള സൈനിക നീക്കത്തിനിടെ ജീവൻ നഷ്ടമായ കരസേനയുടെ ഡോഗ് സ്ക്വാഡിലെ നായ കെന്റിന് രാഷ്ട്രപതിയുടെ ധീരതാ പുരസ്കാരം. ഗോൾഡൻ ലാബ്രഡോർ ഇനത്തിൽപ്പെട്ട കെന്റിന് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം. ലക്നൌവിൽ ഭക്ഷ്യ വിഷബാധയേറ്റ് വനിതാ അഡീഷണൽ ജില്ലാ ജഡ്ജി ആശുപത്രിയിൽ. ലഡ്ഡുവിൽ നിന്നാണ് ലക്നൌ സ്വദേശിയായ മഞ്ജുള സർക്കാരിന് ഭക്ഷ്യ വിഷബാധയേറ്റത്. ലഡ്ഡു വിറ്റ കടയുടമയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. ലക്നൌവിൽ ട്രായ് CBI ഉദ്യോഗസ്ഥർ എന്ന വ്യാജേന ഡോക്ടറിൽ നിന്ന് തട്ടിയെടുത്തത് 2.8 കോടി രൂപ. ലക്നൌവിലെ സഞ്ജയ് ഗാന്ധി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഡോക്ടറുടെ പണമാണ് നഷ്ടമായത്. കേസിൽ ലക്നൌ സൈബർ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. വാരാണസി മുംബൈ വിമാനം ഭോപ്പാലിലെ രാജാ ഭോജ് വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കി. ഒരു യാത്രക്കാരന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് എമർജൻസി ലാൻഡിംഗ്. രാജ്യാന്തര വാർത്തകളിലേക്ക്. ഗസയിൽ 10 മാസത്തിനിടെ യുദ്ധത്തിൽ മരിച്ചവരുടെ എണ്ണം 40,000 കടന്നതായി ഗസ ആരോഗ്യ മന്ത്രാലയം. 92,401 പേർക്ക് പരുക്കേറ്റെന്നും കണക്കുകൾ. ഗസ വെടിനിർത്തൽ ചർച്ചകൾ ദോഹയിൽ ആരംഭിച്ചു. ഇസ്രായേൽ, US, ഈജിപ്ഷ്യൻ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുക്കും. ഗസയിൽ വെടിനിർത്തൽ കരാർ യുദ്ധത്തിന്റെ അപകട സാധ്യത കുറയ്ക്കുമെന്ന് അമേരിക്ക. ആഫ്രിക്കയ്ക്ക് പുറത്ത് എംപോക്സ് കേസ് സ്ഥിരീകരിക്കുന്ന ആദ്യ രാജ്യമായി സ്വീഡൻ.
ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സ്വീഡനിലും രോഗം സ്ഥിരീകരിച്ചത്. അഫ്ഗാനിസ്ഥാനിൽ മയക്കുമരുന്ന് കടത്ത് കേസിൽ 33 പേരെ അഫ്ഗാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉത്തേജക ഗുളികകളും മറ്റ് നിരോധിത മരുന്നുകളും പ്രതികളിൽ നിന്ന് പിടികൂടി. മയക്കുമരുന്ന് കടത്ത് തടയാൻ പരിശോധന ശക്തമാക്കുമെന്ന് അഫ്ഗാൻ ആഭ്യന്തര മന്ത്രാലയം. ടാൻസാനിയൻ ആരോഗ്യമന്ത്രി ഉമ്മി മുഅലിവുനെ ചുമതലയിൽ നിന്ന് മാറ്റി. ആരോഗ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള കാരണം വ്യക്തമാക്കാതെ ടാൻസാനിയൻ പ്രസിഡന്റ് സാമിയ സുലുഹു ഹസൻ. ഒരു മാസം നീണ്ട അടച്ചിടലിനു ശേഷം ബംഗ്ലാദേശിൽ ഈ മാസം 18 മുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കും. അക്കാദമിക് പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ ബംഗ്ലാദേശ് വിദ്യാഭ്യാസ മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചു. സ്പീഡ് ബോട്ട് വഴി തായ്വാനിൽ അനധികൃതമായി പ്രവേശിച്ച ചൈനീസ് പൗരനെതിരെ നടപടി. കോസ്റ്റ് ഗാർഡ് അറസ്റ്റ് ചെയ്ത പ്രതിക്കെതിരെ കുറ്റം ചുമത്തി. പാകിസ്ഥാനിൽ കോങ്കോ വൈറസ് കേസുകൾ വ്യാപിക്കുന്നു. കറാച്ചിയിൽ 4 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രാജ്യത്ത് ഈ വർഷം റിപ്പോർട്ട് ചെയ്തത് 14 പോസിറ്റീവ് കേസുകൾ. തെക്കൻ ലെബനണിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം, 2 പേർ കൊല്ലപ്പെട്ടു, 4 പേർക്ക് പരുക്ക്. ഖത്തറിലേക്ക് അനധികൃതമായി കടത്താൻ ശ്രമിച്ച 14 ടൺ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഹമദ് തുറമുഖത്ത് പിടികൂടി. വാട്ടർ ടാങ്കിനുള്ളിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച പുകയില ശേഖരമാണ് പിടികൂടിയത്. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ടാങ്കിനുള്ളിലെ രഹസ്യ അറയിൽ നിന്നാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. ഖത്തറിൽ പൊതുജനാരോഗ്യ മേഖല കുറ്റമറ്റതാക്കാൻ കർശന പരിശോധന. സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങൾ നടത്തുന്ന നിയമലംഘനങ്ങൾ കണ്ടെത്താനാണ് പരിശോധന ഊർജിതമാക്കിയത്. കുറ്റക്കാരായ ആരോഗ്യ പ്രവർത്തകരുടെ പ്രൊഫഷണൽ ലൈസൻസ് റദ്ദാക്കുമെന്ന് മുന്നറിയിപ്പ്. ഇനി ബിസിനസ് വാർത്തകളിലേക്ക്. ഈ മോട്ടോർ സൈക്കിൾ സീരീസായ റോഡ്സ്റ്റർ അവതരിപ്പിച്ച ഒല ഇലക്ട്രിക്. റോഡ്സ്റ്റർ, റോഡ്സ്റ്റർ എക്സ്, റോഡ്സ്റ്റർ പ്രോ എന്നീ 3 മോഡലുകളാണ് പുറത്തിറക്കിയത്. കഴിഞ്ഞ 2 മാസത്തിനിടെ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി വർദ്ധിച്ചെന്ന് റിപ്പോർട്ട്. ഇറാഖിൽ നിന്ന് സൗദി അറേബ്യയിൽ നിന്നുമുള്ള ഇറക്കുമതി ഏറ്റവും താഴ്ന്ന നിലയിൽ. ഇന്ത്യയിൽ നിന്നുള്ള സ്കിൽഡ് വർക്കേഴ്സിനായുള്ള വിസ പ്രോസസ്സിംഗ് സമയം വെട്ടിക്കുറച്ച് ജർമ്മൻ സർക്കാർ. ദീർഘകാല വിസകൾക്കുള്ള കാത്തിരിപ്പ് കാലയളവ് 9 മാസത്തിൽ നിന്ന് 2 ആഴ്ചയായി ചുരുക്കി. ഒരു വർഷത്തിനുള്ളിൽ വനിതാ പൈലറ്റുമാരുടെ എണ്ണം 1000-ആയി ഉയർത്താനൊരുങ്ങി ഇൻഡിഗോ എയർലൈൻസ്. കമ്പനിയിൽ നിലവിലുള്ളത് 800 വനിതാ പൈലറ്റുമാർ. BSA ഗോൾഡ് സ്റ്റാർ 650cc പുറത്തിറക്കി. ക്ലാസിക് ലെജൻസ് 2.99 ലക്ഷം രൂപയ്ക്കാണ് മോട്ടോർ സൈക്കിൾ വിപണിയിലെത്തുക. കായിക വാർത്തകൾ. നിരാശ പങ്കുവച്ച് വിനേഷ് ഫോഗട്ടിന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്. കായിക തർക്ക പരിഹാര കോടതിയുടെ വിധി വന്നതിനു ശേഷമുള്ള വിനീഷിന്റെ ആദ്യ പോസ്റ്റാണിത്. പാരീസ് ഒളിമ്പിക്സ് വെങ്കല മെഡൽ നേട്ടത്തിനു ശേഷം PR ശ്രീജേഷ് ഇന്ന് കേരളത്തിലെത്തും. ഉച്ചയ്ക്ക് 2 മണിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന ശ്രീജേഷിന് ഗംഭീര വരവേൽപ്പൊരുക്കി നാട്. UC കോളേജ്, ശ്രീജേഷിന്റെ ജന്മനാടായ പുക്കാട്ടുപടി, കിഴക്കമ്പലം എന്നിവിടങ്ങളിലെല്ലാം സ്വീകരണ പരിപാടികൾ. മാർക്കോ റൂയിസ് ഇനി മേജർ ലീഗ് സൂപ്പർ ക്ലബ് ലോസ് ആഞ്ചലസ് ഗാലക്സി താരം. 2.5 വർഷത്തെ കരാർ ഒപ്പിട്ടു. ഇക്കഴിഞ്ഞ സീസണിൽ ഒടുവിനാണ് റൂയിസ് ബൊറൂസിയ ഡോട്ട്മുണ്ട് വിട്ടത്. മൗറീഷ്യോ പൊച്ചറ്റിനോ അമേരിക്കൻ ദേശീയ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായേക്കും. ചെൽസി, ടോട്ടനം ക്ലബ്ബുകളുടെ പരിശീലകനായിരുന്നു അർജന്റീനക്കാരനായ പൊച്ചറ്റിനോ. ഡ്യൂറൻ കപ്പ് ക്വാർട്ടർ ഫൈനൽസിനായി കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലനം തുടങ്ങി. പരുക്ക് ഭേദമായി സൊട്ടാരിയോയും ടീമിനൊപ്പം ചേർന്നു. 4 സിനിമകളുമായി 3 സംവിധായകർ. ഷെയ്ഡ്സ് ഓഫ് ലൈഫിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. ക്ലാസിക് മീഡിയ എന്റർടൈൻമെന്റ്സ് ആണ് നിർമ്മാണം. ഫാക്ട് ചെക്ക്. ക്യാൻസർ ഗവേഷകൻ ലിയനാർഡോ ഫെരേറയെ ബ്രസീൽ വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടതായി സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം. അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ താൻ സഞ്ചരിച്ചിട്ടില്ലെന്ന ഗവേഷകൻ. ബ്രസീലിലെ സാവോ പോളോയ്ക്ക് സമീപം വിമാനം തകർന്നു വീണ അപകടമുണ്ടായത് ഈ മാസം 9. ലേറ്റസ്റ്റ് ന്യൂസ്. തജിക്കിസ്ഥാനിലെ ആരോഗ്യ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് $30 മില്യൺ ഗ്രാന്റിന് അംഗീകാരം നൽകി ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ഐനി, ദങ്കാര, ദവാസ് എന്നീ ജില്ലകളിൽ ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കും. റഷ്യയിലെ ബെൽഗറോദ് മേഖലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച റഷ്യൻ മന്ത്രി അലക്സാണ്ടർ കുരെൻസ്കോവ്. നടപടി യുക്രൈനിയൻ സായുധ സേനയുടെ ആക്രമണത്തെ തുടർന്ന് മേഖലയിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ. മധ്യപ്രദേശിലെ ഖാർഗൺ ജില്ലയിൽ വാഹനാപകടം. അപകടത്തിൽ 1 മരണം, 6 പേർക്ക് പരിക്ക്. ആരോഗ്യ പരിശോധനയ്ക്കായി നേപ്പാൾ വിദേശകാര്യമന്ത്രി അർസു ദ്യൂബ റാണ അടുത്തയാഴ്ച ഇന്ത്യ സന്ദർശിച്ചേക്കും. ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രി സന്ദർശിക്കുമെന്ന് റിപ്പോർട്ട്.
US പ്രതിനിധി സംഘം നാളെ മുതൽ ഇന്ത്യ സന്ദർശിക്കും. US ഇന്ത്യ പങ്കാളിത്തം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് സാമ്പത്തിക വികസനം, കാലാവസ്ഥാ നയം തുടങ്ങി നിരവധി വിഷയങ്ങൾ ചർച്ചയാകും. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകളിലേക്ക്. അക്രമങ്ങൾക്കിടയിലും ജെറൂസലേമിൽ പുതിയ വാസസ്ഥലങ്ങൾ നിർമ്മിക്കാൻ ഇസ്രായേൽ 148 ഏക്കറിൽ നിർമ്മാണം നടത്തും. നിർമ്മാണം സംബന്ധിച്ച് നിർദ്ദേശം തയ്യാറാക്കിയതായി ഇസ്രായേൽ സിവിൽ അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. തായ്വാനിലെ ഹുവാലിയനിൽ ഭൂചലനം 6.3 തീവ്രത രേഖപ്പെടുത്തി. ആളപായമില്ല. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു.